രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുൽസ്ഥം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തിം വന്ദേ ലോകാഭിരാമം രഘുകുലതിലകം രാഘവം രാവണാരിം ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. രാമകഥാമൃതത്തിന്റെ 23-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യദർശനാർത്ഥം തുടരുന്ന തപസ്സിന്റെ ഫലമായി ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിൽ പ്രതിഭാശാലിക്ക് സിദ്ധിക്കുന്ന ദർശനത്തിന്റെ ഫലമാണ് വിശിഷ്ട കാവ്യങ്ങൾ. ആ ദർശനം എപ്പോഴും സൂക്ഷ്മ സ്വഭാവത്തോടു കൂടിയതാണ്. സമുചിതമായ പദസംവിധാന ചാരുതയിലൂടെ കവി അതിന് സ്ഥൂലരൂപം നൽകുന്നു. ആ ചാരുതയാണ് ആസ്വാദകരിൽ ആനന്ദമുളവാക്കുന്നത്. സൗന്ദര്യത്തിന്റെ ആനന്ദം നുകരുന്ന അനുവാചകരിൽ അധികവും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദർശനമെന്ത് എന്നറിയണമെന്നില്ല. അതേക്കുറിച്ച് അവൻ ആലോചിക്കാറുമില്ല. സൗന്ദര്യ ആസ്വാദനം കൊണ്ട് മാത്രം അവർ തൃപ്തരാകുന്നു. എന്നാൽ അപൂർവം ചിലർ കാവ്യ സൗന്ദര്യത്തിൽ വ്യാപരിച്ചിരിക്കുന്ന പൂവിൽ സൗരഭ്യമെന്ന പോലെ വ്യാപിച്ചിരിക്കുന്ന ദർശനമെന്തെന്നറിയാനുള്ള ത്വരയാൽ അതിൽ ആകൃഷ്ടരാകുന്നു. ആ ലക്ഷ്യത്തോടുകൂടി അവർ കാവ്യത്തിന്റെ ആന്തരിക ലോകത്തിൽ അന്വേഷണം തുടരുന്നു. രാമായണവും അത്തരത്തിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ്. കേവലം ഭക്തിയിലൂടെ മാത്രം കാണാതെ, എന്നാൽ ഭക്തിയോടൊപ്പം കുറച്ച് പ്രായോഗിക ബുദ്ധി കൂടി ചേർത്തുകൊണ്ട് രാമായണത്തെ കാണാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ചിന്തകൾ. ഇന്നും അത്തരത്തിലൊരു ചിന്തയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. രാമായണത്തിലെ കഥാപാത്രങ്ങളെ പറയുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് ഊർമിള. ഊർമിള ഒരു തിരമാലയാണ്. തീരത്തോട് അടുക്കും തോറും കടലിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട ഒരു തിരമാല. ആർത്തലയ്ക്കുന്ന തിരമാലയാണ് ഊർമിള. പ്രതീക്ഷാനിർഭരമായ മന്ദഗമനമുള്ള സൗമ്യമായ തിരമാലയാണവൾ. ലക്ഷ്മണൻ തീരമാണ്. അയാൾ എപ്പോഴും സുരക്ഷിതനാണ്. രാമസുരക്ഷയാണ് അയാളുടെ ജന്മദൗത്യമെങ്കിലും രാമന്റെ സുരക്ഷയിലാണ് ലക്ഷ്മണൻ ജീവിക്കുന്നത്. ഈ സുരക്ഷയിൽ അയാൾ ജീവിത ആനന്ദം കണ്ടെത്തുന്നു. ഭാര്യയിൽ നിന്നും കുതറിമാറാൻ സദാ ജാഗരൂകമാണ് ലക്ഷ്മണന്റെ മനസ്സ്. 14 വർഷത്തെ ബ്രഹ്മചര്യം ലക്ഷ്മണനെ തെല്ലുമലട്ടുന്നില്ല. ഊർമിളയെക്കുറിച്ച് ലക്ഷ്മണൻ ചിന്തിക്കുന്നില്ല. വനയാത്രാ സമയത്ത് യാത്ര ചോദിക്കാൻ പോലും ലക്ഷ്മണൻ ഒരുമ്പെടുന്നില്ല. സീതയ്ക്കും രാമനും കൗസല്യക്കും ആ ഇടം കിട്ടിയപ്പോൾ എഴുത്തച്ഛനടക്കമുള്ളവർ ഊർമിളയ്ക്ക് അത് നഷ്ടപ്പെടുത്തി. എഴുത്തച്ഛൻ സീതാപരിണയ സന്ദർഭത്തിൽ ഒരിടത്ത് ഊർമിളയുടെ പേര് പറയുന്നതൊഴിച്ചാൽ വേറൊരിടത്തും പരാമർശം കാണുന്നില്ല. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും ഇത്രമാത്രം. വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിലെ 3 സർഗമാണ് വനയാത്രയെക്കുറിച്ച് സീതാരാമ സംവാദത്തിനായി ആദികവി മാറ്റിവെച്ചത്. ഭാര്യ ഭർത്താവിന്റെ സന്തത സഹചാരിയാണെന്ന് സീത ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട്. അത് ഊർമിളയ്ക്ക് എന്തുകൊണ്ട് ബാധകമാകുന്നില്ല?
ഒരു സ്ത്രീയുടെ വ്യക്തിത്വവും സ്ത്രീത്വവുമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ലക്ഷ്മണന്റെ അമ്മയായ സുമിത്രയെ പോലെ ഊർമിളയും ലക്ഷ്മണന്റെ വനയാത്രയെ ചോദ്യം ചെയ്യുന്നില്ല. സ്ത്രീകളുടെ നിശബ്ദതയെയും വിധേയത്വത്തെയുമാണ് കോസല ഭൂപതിമാർ ആഗ്രഹിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദശരഥ മഹാരാജാവ് അങ്ങനെ ആയിരുന്നില്ല. കൈകേയിക്ക് വിധേയനായിരുന്നു ദശരഥൻ. കൗസല്യയോട് ബഹുമാനം കലർന്ന സ്നേഹമായിരുന്നു ദശരഥന്. സുമിത്രയോട് ഒരുതരം നിർമ്മമമായ സ്നേഹം. ആ നിർഗുണത ആയിരിക്കും ലക്ഷ്മണനും അമ്മയോടും ഭാര്യയോടും ഉണ്ടായിരുന്നത്. അനുഗ്രഹം തേടാൻ വേണ്ടി അമ്മമാരും പുത്രസന്താനമുണ്ടാകാൻ ഭാര്യമാരും. ഇതിൽ കവിഞ്ഞൊരു പ്രാധാന്യം കോസലത്തിൽ സീതയ്ക്കൊഴികെ മറ്റാർക്കും ലഭിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ യാതന അനുഭവിച്ച സ്ത്രീയാണ് ഊർമിള. രാമഭരത ശത്രുഘ്നന്മാരോടൊപ്പം അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. പ്രായാധിക്യത്തിലാണ് പത്നിമാർക്ക് ദശരഥനെ നഷ്ടപ്പെടുന്നത്. എന്നാൽ നിറയൗവനത്തിലെ ഊർമിളയ്ക്ക് ലക്ഷ്മണൻ വിദൂരതയിലാകുന്നു. 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2 പുത്രന്മാരുടെ അമ്മയാകാനുള്ള ഭാഗ്യം മാത്രമേ ഊർമിളയ്ക്ക് ലഭിക്കുന്നുള്ളൂ. ശ്രീരാമൻ ലക്ഷ്മണനെ രാജ്യം വിട്ടുപോകാൻ അനുവദിക്കുമ്പോഴും ലക്ഷ്മണൻ ആ വിധിയും പേറി നടന്ന് അകലുകയാണ്. അയാൾ ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നില്ല. ശ്രീരാമന് വനവാസത്തിന് സീതയെ കൂടാമെങ്കിൽ ലക്ഷ്മണന് ദേഹത്യാഗത്തിന് സരയുവിലേക്ക് ഊർമിളയെയും കൂട്ടാമായിരുന്നു. ദേഹത്യാഗം പോലും അവൾക്ക് ഭർത്തൃ സമീപത്തിങ്കൽ ലഭിക്കുന്നില്ല. സീതയുടെ സന്തത സഹചാരിയായിരുന്നു മിഥിലയിൽ ഊർമിള. ഊർമിളയുടെ അവസ്ഥയെപ്പറ്റി സീത ചിന്തിക്കുന്ന ഒരു വരി പോലും രാമായണത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താനായില്ല. അശോകവനികയിൽ 1 വർഷം തള്ളി നീക്കുമ്പോഴും സീത സ്വന്തം വിധിയെക്കുറിച്ചും രാമനെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. രാമനാകട്ടെ സീതയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം കാമപരവശനാകുന്നു. ഇവർക്കിടയിലാണ് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാതെ കോസലത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച് ഊർമിള ജീവിക്കുന്നത്. ലക്ഷ്മണൻ ഊർമിളയെ വേർപിരിയുന്ന 2 പ്രധാന ഘട്ടത്തിലും അവ രാമായണ ചിത്രത്തിലേയില്ല. അവിടെയെല്ലാം പുരുഷന്മാരുടെ ഇച്ഛകൾ സ്വമേധയ നടപ്പാക്കുകയാണ്. പഞ്ചവടിയിൽ ശൂർപ്പണകയെത്തുമ്പോൾ രാമലക്ഷ്മണന്മാർ മത്സരിച്ച് അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ അഭ്യർത്ഥനയ്ക്ക് അയക്കുകയാണ്. ഭർത്താവിന്റെ വരവും കാത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു സാധു യുവതിയെ ഈ സമയത്ത് ലക്ഷ്മണനോ രാമനോ ഓർക്കുന്നില്ല എന്നുള്ളതും അത്ഭുതം തന്നെ. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഈ സുപ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഊർമിളയുടെ പക്ഷത്തു നിന്ന് ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. രാമനെ ദശരഥനായി കാണുക, സുമിത്രയെ സീതയായി കാണുക, അടവിയെ അയോധ്യയായി കാണുക. രാമൻ, സീത, അടവി ഇവയെ യഥാക്രമം ദശരഥൻ, സുമിത്ര, അയോധ്യ എന്നീ ക്രമത്തിൽ കണ്ടു ജീവിക്കുക. ഒട്ടനവധി ഗംഭീര അർത്ഥങ്ങൾ കിടക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. ഇവിടെ ലക്ഷ്മണൻ സുരക്ഷിതനാണ്. മാനസികമായി അയാൾക്ക് ഒരു ക്ലേശത്തിൻ്റെയും ആവശ്യമില്ല. അമ്മയും അച്ഛനും അയോധ്യയും രാമനും സീതയും അടവിയുമായി എന്നും കൂടെയുണ്ട്. കൂട്ടത്തിൽ ഒരു വാക്കുകൂടി എഴുത്തച്ഛൻ എഴുതി ചേർത്തു: ഉള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. ഇത്തരത്തിൽ വെറുതെ കരുതിയാൽ പോരാ, സന്തോഷത്തോടെ കരുതണം. ഇവിടെ വിട്ടുപോയ ഒരു വ്യക്തിത്വമുണ്ട്, ലക്ഷ്മണന്റെ ഭാര്യ ഊർമിള. ഭാര്യയുടെ അസാന്നിധ്യം ലക്ഷ്മണൻ എങ്ങനെയാണ് മറികടക്കേണ്ടത്?
ഭാര്യയ്ക്ക് പകരം മറ്റൊരാളെ കാണാൻ കഴിയില്ല. എന്നാൽ ആമോദത്തോടെ അവളെയും മനസ്സിൽ നിരൂപിക്കേണ്ടതല്ലേ? ആ ഓർമ്മ മാത്രമല്ലേ ഊർമിളയ്ക്കും ഒരു താങ്ങാവും. സുമിത്ര അക്കാര്യം ഓർമ്മിപ്പിക്കാതെ കൊണ്ട് തന്നെയാവാം വനവാസത്തിനിടയിൽ ഒരു തവണ പോലും ലക്ഷ്മണൻ ഭാര്യയെ ഓർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഊർമിളയുടെ കാര്യം വിസ്മരിക്കുന്നു. ഭർത്താവ്, ഭർത്തൃമാതാവ്, ജ്യേഷ്ഠൻ, ജ്യേഷ്ഠപത്നി എല്ലാവരും ഊർമിളയ്ക്ക് ഒരു വാക്കുപോലും ഉരിയാടാൻ ഇടം നൽകുന്നില്ല. പതിയുടെ ധർമ്മത്തിൽ യഥാർത്ഥ സഹധർമ്മിണിയായിക്കൊണ്ട് ജീവിക്കുകയാണ് ഊർമിള. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിലധികം പരാമർശിച്ചിട്ടില്ലെങ്കിലും അനുവാചകരുടെ ഹൃദയത്തിൽ ഊർമിള ഇടം തേടിയിരിക്കുന്നത്. പുതിയ ചിന്തകളുമായി രാമകഥാമൃതത്തിലൂടെ നാളെ ശ്രവിക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.